മലയിടംതുരുത്ത് പരിയത്തുംകാവ് ഭൂമി തർക്കം അവസാനിപ്പിക്കാനുള്ള കരാർ ഇന്ന് വൈകിട്ട് 6-ന് എറണാകുളം കളക്ടറേറ്റിൽ വെച്ച് ഒപ്പിടും. 58 വർഷം മുൻപ് ഭൂവുടമ നൽകിയ കേസിന് പിന്നാലെയുണ്ടായ വലിയ തർക്കത്തിന് ഇന്നലെ നടന്ന സമവായ ചർച്ചയോടെയാണ് പ്രശ്നപരിഹാരമായത്. പരിയത്തുകാവ് ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് അതേ ഭൂമിയിൽ തന്നെ 5 സെന്റ് വീതം സ്ഥലവും സർക്കാർ മേൽനോട്ടത്തിൽ സ്പോൺസർഷിപ്പിൽ വീടും വെച്ച് നൽകും. അവിടേക്ക് വഴി ഉറപ്പാക്കും. വീട് പണി തീരുന്നതുവരെ ഉന്നതിയിലെ താമസക്കാർക്ക് നിലവിലെ വീടുകളിൽ താമസിക്കാമെന്നുമാണ് സമവായ ധാരണ. ഡാനിപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങൾ. പരിയത്തുകാവിൽ ഇപ്പോൾ പ്രശ്നപരിഹാരമുണ്ടായിരിക്കുന്നു. ഏകദേശം 58 വർഷം നീണ്ടുനിന്ന വലിയൊരു തർക്കത്തിന് പരിഹാരമാവുകയാണ് ഇന്ന് കളക്ട്രേറ്റിൽ വെച്ച് വൈകിട്ട് 6-ന് ഒപ്പിടുകയാണ് ഇതിൽ. ഡാനിപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, 58 വർഷം നീണ്ടുനിന്ന തർക്കം അതിനൊരു പരിഹാരമാവുകയാണ്. അവിടുത്തെ ആളുകൾക്ക് ഭൂവുടമ നൽകിയ കേസിന് പിന്നാലെയുണ്ടായ വലിയ തർക്കത്തിന് പരിഹാരമാകുന്നു. അവിടുത്തെ പരിയത്തുകാവ് ഉന്നതിയിലെ കുടുംബങ്ങൾക്ക് നീതി ലഭിച്ചുവെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? നിലവിൽ ആ രീതിയിൽ വിലയിരുത്താം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ അധിവസിച്ച് പോരുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർ നേരിടുന്നൊരു പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ഉടമ നേടിയെടുത്ത സ്ഥലമുടമയും കുടുംബവും നേടിയെടുത്ത ഒരു അനുകൂല വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന്. അതനുസരിച്ചുകൊണ്ട് ഏത് നിമിഷവും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടാമെന്ന രീതിയിലേക്ക് പോകുന്നു. പലതവണ പോലീസ് നടപടികൾ ഉണ്ടാകുന്നു. ഒരു തവണ ലാത്തി ചാർജ് വരെ കഴിഞ്ഞ തവണ നേരിടേണ്ടി വന്നൊരവസ്ഥയിലേക്ക് സമരങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയും ചെയ്തു. അപ്പോഴാണ് സർക്കാർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ യുഡിഎഫ് സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് ഈ വിഷയം ഉയർന്നു വരികയും തുടർന്ന് മന്ത്രി റോജി എം ജോൺ ഇതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യത്തിൽ വളരെ ആശ്വാസകരമാണ്. സർക്കാർ തുടക്കത്തിൽ തന്നെ നേരിട്ട ആദ്യ വിഷയം തന്നെ പരിഹരിക്കാൻ കഴിയുന്നു. അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു സമയക്ലിപ്തതയ്ക്ക് മുൻപായിട്ട് തന്നെ ഇത് തീർക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ആശ്വാസകരം തന്നെയാണ്. അതനുസരിച്ചുകൊണ്ട് അവിടെ ഉന്നതിയിലെ ആ കുടുംബങ്ങൾക്ക് 7-8ഓളം കുടുംബങ്ങൾക്ക് അവിടെ തന്നെ തുടരുന്നതിന് വേണ്ടി ആ പ്രദേശത്ത് തന്നെ 5 സെന്റ് ഭൂമി കണ്ടെത്തുകയും അവിടെ വീട് സർക്കാർ നിർമ്മിച്ചു നൽകുകയും ചെയ്യും. അത് പൂർത്തിയാകും വരെ അവർക്ക് ആ സ്ഥലത്ത് ഇപ്പോൾ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവർക്ക് തുടരുകയും ചെയ്യാം. ഒപ്പം തന്നെ അവിടുത്തെ മരങ്ങൾ മുറിക്കാൻ അവരുടെ ഇപ്പോൾ അധിവസിക്കുന്ന ഭൂമിയിൽ അവർക്ക് അവകാശപ്പെട്ടിടത്തെ മരങ്ങൾ മുറിക്കുന്നതിനടക്കമുള്ളൊരു അവകാശങ്ങൾ കൂടി അവർക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്നവർക്ക് അവരുടെ ഒരു അവകാശങ്ങൾ കുറേയെങ്കിലും ഉറപ്പാക്കാനായിട്ടെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട് എന്നതാണ് കുറേ നാളുകളായി തുടരുന്ന പ്രശ്നം. രാഷ്ട്രീയപരമായിട്ട് യുഡിഎഫിന് ഈ വിഷയം ഇതിൻ്റെ സങ്കീർണതകൾ പരിഹരിച്ചത് നേട്ടമാണ്. കഴിഞ്ഞ 10 വർഷമായി ഉണ്ടായിരുന്ന ഇടത് സർക്കാരിന് അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങളത് പരിഹരിച്ചു എന്നതെല്ലാം യുഡിഎഫ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. എന്തു വന്നാലും ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഈ കരാറ് സംബന്ധിയായ കാര്യങ്ങളിൽ സ്ഥലമുടമ, ഒപ്പം തന്നെ അവിടെ അധിവസിക്കുന്നവർ, സ്ഥലം MLA തുടങ്ങിയവരടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ധാരണാപത്രത്തിലേക്കും എല്ലാം തന്നെ നീങ്ങും. ഇന്ന് വൈകിട്ട് ആ കരാർ ഔദ്യോഗികമായി നിലവിൽ വരും എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വൈകിട്ട് 6-ന് ജില്ലാ കളക്ടറേറ്റിലാണ് യോഗം ചേരുക. ശരി ഡാനി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.